പരിണയം. അക്ഷിതിന്റെ കാറ് അവരെ കടന്ന് മുന്നോട്ടു പോയതും ആരോഹി തനിക്ക് തൊട്ടു പിന്നിൽ നിൽക്കുന്ന അച്ഛനെ അമ്മയെ ശ്രദ്ധിക്കാതെ ധൃതിയിൽ മുകളിലേക്കുള്ള പടികൾ ഒന്നൊന്നായി ഓടിക്കയറി. അവളുടെ ആ ഓട്ടം ചെന്ന് നിന്നത് അവളുടെ മുറിയിലായിരുന്നു. മുഖത്തപ്പോഴും ചെറിയൊരു പുഞ്ചിരി മങ്ങാതെ നിൽപ്പുണ്ട്. വേഗം കഥകടിച്ച് അല്പനേരം ആ കഥകിൽ ചാരി നിന്നുകൊണ്ടവൾ തന്റെ ശ്വാസത്തെ വരുതിയിലാക്കി. ഏറെ നേരം എന്തൊക്കെയോ ആലോചനകളോടെ കഥകിൽ ചാരി അങ്ങനെ നിന്ന ശേഷം പിന്നെ മെല്ലെ കണ്ണാടിക്ക് മുമ്പിലേക്ക് ചെന്നു. മൊത്തത്തിൽ അവളെ ഒന്ന് നോക്കി. കണ്ണാടി തെളിഞ്ഞു കണ്ട തന്റെ പ്രതിബിംബത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു ആരോഹി. രാവിലെ ഇട്ട മേക്കപ്പാണ്, പക്ഷെ ഇപ്പോഴും മങ്ങാതെ അങ്ങനെ തന്നെയുണ്ട്. എന്തിനെന്നറിയാതെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരുന്നു വന്നു. അവൾ മെല്ലെ തോളിൽ കുത്തിയ സാരിയുടെ പിന്നഴിക്കാൻ തുടങ്ങിയ സമയത്തായിരുന്നു പരിചിതമുള്ള ആ പെർഫ്യൂം ഗന്ധം വീണ്ടും അവളെ പൊതിഞ്ഞത്. പെട്ടെന്ന് ആരോഹി തന്റെ സാരി പ്ലേറ്റ് കയ്യിലേക്കെടുത്ത് അതിലേക്ക് മുഖം പൂഴ്ത്തിയതും അക്ഷതിന്റെ മണം അവളെ വലയം ചെയ്തു. അപ്പോഴാ നിമിഷം ആരോഹിക്ക് ഓർമ്മ വന്നത് താൻ റിംഗ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ കാര്യം പറഞ്ഞതും അക്ഷിത തന്നെ അധികാരത്തോടെ ചേർത്ത് പിടിച്ചതുമൊക്കെയാണ്. അവളുടെ അതരങ്ങൾ വീണ്ടും വിടർന്നു. ആരോഗ്യമെല്ലാം വസ്ത്രം മാറി ബെഡിലേക്ക് ഇരുന്നു. ഒപ്പം അച്ഛനെയും അമ്മയും ഇനി എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവൾക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. ഫ്രഷ് ആവാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി. അതേസമയം മുകളിലേക്ക് കയറിപ്പോയ ആരോഹിയുടെ ആ പോക്ക് കണ്ട് ഒരു ചിരിയോടെ നിൽക്കുകയായിരുന്നു വസുധ. അവർക്ക് തൊട്ടടുത്ത് തന്നെ വാസുദേവനും ഉണ്ട്. ഇരുവരുടെയും ചുണ്ടിൽ മങ്ങാത്ത പുഞ്ചിരി ഇപ്പോഴും ബാക്കിയാണ്. എടോ, എന്താ തന്റെ തീരുമാനം? കണ്ടെടുത്തോളം അക്ഷിത് നല്ല പയ്യനാണ്. നല്ല പാകതവും സംസാരവും പെരുമാറ്റവും. എന്തോ എനിക്ക് ആ പയ്യനെ ഒരുപാടങ്ങ് ബോധിച്ചടൂ. വാസുദേവൻ നിറഞ്ഞ മനസ്സോടെയാണ് പറയുന്നത്. വസ്തുയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. അക്ഷിതിനെ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ നമ്മളുടെ മോളുടെ ഭാഗ്യമായിരിക്കും ഇങ്ങനെയൊരു പ്രൊപ്പോസൽ അവളെ തേടി വന്നത്, അല്ലേ? വസുദേവൻ ചോദിച്ചു. വാസുദ അപ്പോഴും ആലോചനയോടെ നിൽക്കുകയായിരുന്നു. ഒരിക്കൽ ചെയ്യാത്ത തെറ്റിന് എല്ലാവരുടെയും മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവളല്ലേ അവൾ. ചിലപ്പോൾ അവൾക്കായി ദൈവം കരുതി വെച്ചത് അക്ഷിതിനെ ആയിരിക്കും. അർജുനെ വെച്ച് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തത്ര നല്ലൊരു ക്യാരക്ടറാണ് അക്ഷിത്, അല്ലേ? ഏട്ടനിത് എന്തൊക്കെയാ പറയുന്നേ? അല്ലടോ, ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ആ പയ്യന്റെ വീട്ടുകാരുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് താഴെയാണ്. എന്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാ, നാളെ ഒരു കാലത്ത് അവൻ നമ്മുടെ മകളെ വിവാഹം ചെയ്താൽ അവൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിൽ ആരെങ്കിലും അവളെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ മാറ്റി നിർത്തുമോ എന്നാണ്. വാസുദേവൻ കാടി കയറി ചിന്തിക്കുന്നുവെന്ന് കണ്ടതും വസുധ അയാളുടെ കയ്യിൽ പിടിച്ചു. നോക്കേട്ടാ, ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ആരോഗ്യമാണ്. അവളുടെ തീരുമാനം അറിഞ്ഞ ശേഷം മതി ബാക്കിയൊക്കെ. ഒന്ന് ചിന്തിച്ചപ്പോൾ വാസുദേവനും തോന്നി അതാണ് ശരിയെന്ന്. ഇനിയൊരു പക്ഷേ ആരോഹി അക്ഷതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും മറിച്ച് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കണം. കാര്യം, വിവാഹം കഴിക്കേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതും അവർ തമ്മിലാണ്. നമ്മളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മകൾ അവനെ വിവാഹം കഴിച്ചാൽ അവിടെ തോറ്റുപോകുന്നത് ശരിക്കും വസുധ എന്ന അമ്മയും വാസുദേവൻ എന്ന അച്ഛനുമായിരിക്കും. അങ്ങനെ ഒരു തോൽവി അത് വേണ്ട. ആരോഗ്യം നന്നായി ആലോചിക്കട്ടെ. എന്നിട്ട് അവളായി നമ്മളോട് വന്നൊരു ഡിസിഷൻ പറയട്ടെ. അതിനുശേഷമാകാം ബാക്കി തീരുമാനങ്ങളൊക്കെ. വസുധ പറഞ്ഞപ്പോ വാസുദേവനും അത് ശരിവെച്ചു. പിന്നെ ഞാനിന്നലെ പറഞ്ഞിരുന്നില്ലേ വീട് മാറുന്നതിനെ പറ്റി. എന്താണ് ദേവേട്ടന്റെ ഡിസിഷൻ അക്കാര്യത്തില്? അതിലിനി എനിക്കൊന്നും മറുത്ത് ചിന്തിക്കാനില്ല വസുധ. നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വീട് മാറുന്നു. തന്റെ പ്രോപ്പർട്ടിയാണിത്. ഇത് സെയിൽ ചെയ്തിട്ട് മറ്റൊരു വീട് നോക്കണോ അതോ വാടകയ്ക്ക് നോക്കണോ? അതൊക്കെ തനിക്ക് തീരുമാനിക്കാം. തന്റെ ഡിസിഷൻ എന്താണെങ്കിലും അതിനൊപ്പം തന്നെ ഞാനുണ്ടാകും. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം വാസുദേവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ വസുധ അയാളെ തടഞ്ഞു. അത് കുഴപ്പമില്ല, ആ കാര്യം ഏട്ടന് എനിക്ക് വിട്ടു തന്നേക്ക്. അമ്മയോടും അച്ഛനോടും പറയേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഇത്രത്തോളം വരെ എത്തിയില്ലേ കാര്യങ്ങൾ, അവർക്കൊക്കെ മനസ്സിലാകും. വസുധ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാൻ നാളെ തന്നെ നമ്മുടെ ബ്രോക്കർ രാഘവനില്ലേ അയാളോട് പറയാം ആരോഗ്യയുടെ ഓഫീസിനടുത്ത് അവിടെ എവിടെയെങ്കിലും നല്ല വീടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെയാണെങ്കിൽ വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറുന്നതിനെ പറ്റി ചിന്തിക്കാം. താൻ ആരോഗ്യയോട് പറഞ്ഞിരുന്നു ഈ കാര്യം? വാസുദേവൻ ചോദിച്ചപ്പോൾ
വസുധ ആലോചനയോടെ നിന്നു. ഞാൻ ഒരിക്കൽ മോളോടൊന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ നമ്മളത് ഇത്രയും സീരിയസ് ആയി എടുത്ത കാര്യം അവൾക്കറിയില്ല. ഞാൻ പറഞ്ഞോളാം അവളോട്. അവൾക്കും അതാവും സന്തോഷം. എത്രയെന്ന് വെച്ചാ എന്റെ കുട്ടി ഈ നെറികെട്ട മനുഷ്യർക്കിടയിൽ നീറി നീറി ജീവിക്കുന്നത്. അവൾക്കും വേണ്ടി അവളുടെ സന്തോഷം. വസുധ നെറുവീർപ്പോടെ പറഞ്ഞു നിർത്തി. പിന്നെയും ഏറെ സമയം കഴിഞ്ഞിട്ടായിരുന്നു ആരോഹി താഴേക്കിറങ്ങി വന്നത്. അവൾക്ക് വസുദേവും വാസുദേവനെയും ഫേസ് ചെയ്യാൻ ചെറിയ ചമ്മലുണ്ടായിരുന്നെങ്കിലും അവർ രണ്ടുപേരും വളരെ സ്വാഭാവികമായി തന്നെയാണ് അവളോട് പെരുമാറിയത്. അക്ഷിത് വന്നതിനെ പറ്റിയോ അവൻ പറഞ്ഞതിനെ പറ്റിയോ യാതൊരു കാര്യങ്ങളും അവർ രണ്ടാളും അവളോട് സംസാരിച്ചില്ല. അത് ആരോഹിക്കും വലിയൊരു ആശ്വാസമായിരുന്നു. രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും മുകളിലേക്ക് കയറി പോകാതെ താഴെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവരുടെ അടുത്തേക്ക് വസുധ വന്നു. എന്താ മോളെ ഇവിടെ തന്നെ ചുറ്റി നിൽക്കുന്നത്? മുകളിലേക്ക് പോ, ചെല്ല്. എന്നിട്ട് എന്ന് കിടന്നുറങ്ങ്. ഇപ്പൊ തന്നെ സമയം 10 മണിയായി. നാളെ നിനക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ? വസുധ അത് ചോദിച്ചപ്പോ ആരോഗ്യൊന്ന് മൂളിക്കൊണ്ട് പതിയെ മുകളിലേക്ക് നടന്നു. ആ രാത്രി എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആരോഹിക്ക് ഉറക്കം വന്നില്ല. ഇന്ന് പകൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്നതുപോലെ മിന്നിമാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. നാളെ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ അക്ഷതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അവൾ വല്ലാതെയായി. ഏറെ നേരം ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും നിദ്രാദേവി അവളെ കടാക്ഷിച്ചില്ല. ഒടുക്കം അല്പനേരം ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കാന്ന് കരുതി. ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന സമയത്താണ് അർജുന്റെ മുറിയിലെ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടത്. അവിടെ ബാൽക്കണി സ്പേസിൽ ഇരുട്ടായതുകൊണ്ട് തന്നെ അർജുൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ടും ആരോഹി നേരെ മുറിയിലേക്ക് തന്നെ കയറി വാതിൽ വലിച്ചടിച്ചു. പിന്നെ പതിയെ ബെഡിലേക്ക് കിടന്നു. എപ്പോഴും അവൾ മയങ്ങി. രാവിലെ 7 മണിക്ക് വെച്ച അലാറമാണ് ആരോഗ്യ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. പതിവ് പോലെ ഫ്രഷായി അവൾ താഴേക്ക് ചെന്നു. അവൾക്കൊരു കപ്പ് കാപ്പിയുമായി വസുധ താഴെ തന്നെ ഉണ്ടായിരുന്നു. കോഫിയൊക്കെ കുടിച്ച ശേഷം നേരെ മുകളിലേക്ക് വന്ന് ഓഫീസിൽ പോകുമ്പോൾ ഉടുത്തുകൊണ്ട് പോകാനായി ഒരു പിങ്ക് കളറിലെ ജോർജറ്റ് സാരി എടുത്തവൾ ശേഷം മിതമായ രീതിയിൽ ഒരുക്കവും കഴിഞ്ഞ് ഹാൻഡ് ബാഗും എടുത്ത് താഴേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഓഫീസിലേക്ക് പോകുവാന് സ്കൂട്ടിയുടെ അടുത്തേക്ക് നടന്നപ്പോൾ തന്നെ വസുധ അവളെ വിലക്കി. നോക്ക്, നല്ല മഴക്കാറുണ്ട്. വെറുതെ സ്കൂട്ടിയിൽ പോയി മഴ നനഞ്ഞ് അസുഖം വരുത്തി വെക്കരുത്. ഒരു പനി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് മോള് തൽക്കാലം ബസ്സിന് പോയാൽ മതി. ഒന്ന് ചിന്തിച്ചപ്പോൾ ആരോഹിക്കും മനസ്സിലായി അത് തന്നെയാണ് ശരിയെന്ന്. അങ്ങനെ വസുധ പറഞ്ഞത് പ്രകാരം അവൾ ബസ്സിനാണ് ഓഫീസിലേക്ക് പോയത്. ബസ്സിലിരിക്കുന്ന ഓരോ നിമിഷവും ആരോഹിയുടെ ഹൃദയം താളം തെറ്റി മിടിച്ചുകൊണ്ടിരുന്നു. സാധാരണ ഇങ്ങനെ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ പിറ്റേന്ന് പതിവിലും നേരത്തെ അക്ഷിത് ഓഫീസിൽ സ്ഥാനം പിടിക്കാറുള്ളതാണ്. ആരോഗ്യമൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ബസ് എറിഞ്ഞ് ഓഫീസിലേക്ക് നടന്നു. പഞ്ച് ചെയ്ത് അവിടേക്ക് വന്ന കിഷോറിനെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ ശേഷം ആരോഹി നേരെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അവൾ തന്റെ ക്യാബിന്റെ വല്ലാത്തൊരു വെപ്രാളത്തോടെ ക്യാബിൻ ഡോർ തള്ളി തുറന്നവളുടെ മുഖത്ത് നേരിയ തോതിൽ ആശ്വാസം പടർന്നു. അക്ഷിത് വന്നിട്ടില്ലായിരുന്നു. അവന്റെ സീറ്റ് കാലിയായിരുന്നു. ആരോഹി പെട്ടെന്ന് തന്നെ അവന്റെ ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് സിസ്റ്റത്തിന്റെ മുമ്പിലേക്ക് ചെന്നിരുന്നു. പിന്നെ ഹാൻഡ് ബാഗിൽ നിന്ന് അവളുടെ ബോട്ടിലെടുത്ത് അല്പം വെള്ളം കുടിച്ചു. വെള്ളത്തുള്ളികൾ അല്പാൽപമായി അവളുടെ കഴുത്തിനെ നനച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിയിറങ്ങി. സാരി തുമ്പ് വെച്ച് തന്നെ അതെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ സിസ്റ്റം ഓൺ ചെയ്തു. ഓരോരോ കാര്യങ്ങളായി ചെയ്തു തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ക്യാബിൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത്. പരിചിതമായ ആ പെർഫ്യൂം ഗന്ധം മൂക്കിൻ തുമ്പിലേക്ക് ഒഴുകിയെത്തിയതും ആരോഹിക്ക് മനസ്സിലായിരുന്നു അക്ഷിത് വന്നെന്ന്. സാധാരണ അക്ഷിത് ക്യാബിനിലേക്ക് വരുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് അവനെ വിഷ് ചെയ്യുന്നൊരു പതിവുണ്ട് അവൾക്ക്. അന്നെന്തോ അതിനുപോലും കഴിയാതെ ഇരുന്നിടത്ത് തറഞ്ഞിരുന്നു പോയി അവൾ. അക്ഷിത് അവന്റെ സീറ്റിലേക്ക് കയറിയിരുന്നു എന്ന് ഉറപ്പായതും ആരോഹിയുടെ മിഴികൾ പാളി അവനിലേക്ക് നീണ്ടു. അതേ സമയം തന്നെ അക്ഷിതും ആരോഹിയെ നോക്കി. ഇരുവരുടെയും മിഴികൾ തമ്മിൽ കോർത്തു. പരസ്പരം മിഴിവെട്ടിച്ചു മാറ്റാതെ ഏറെ നേരം അവർ അങ്ങനെ തന്നെ ഇരുന്നു. ആരോഹിയുടെ ഉള്ളിൽ ഒരു കാന്തിക പ്രവാഹം പോലെ അവൾക്ക് തോന്നി. എന്തോ ഒരു ശക്തി അവനെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ. അതേസമയം അക്ഷിതിന്റെ ചുണ്ടിൽ പതിവില്ലാത്ത വിധം പുഞ്ചിരിയാണ്. ആരോഹി അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് മെല്ലെ സിസ്റ്റത്തിലേക്ക് മുഖം ചരിച്ചു. അക്ഷിത അത്യാവശ്യം ബിസിയായിരുന്നു. ഒരുപാട് കോളുകൾ അവന് വരുന്നുണ്ട്. ഇടയ്ക്കവൻ പ്രൈവറ്റ് റൂമിലേക്ക് കയറി പോകുന്നതും വരുന്നതും
അസ്വസ്ഥതയോടെ നെറ്റി ചൊറിയുന്നതുമൊക്കെ കണ്ട് ആരോഹിക്കൊരു വല്ലായ്മ തോന്നി. എന്തു പറ്റിയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവന്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യം വന്നില്ല അവൾക്ക്. ആരോഹി, ഞാനിപ്പോ തനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് അതൊന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് എനിക്കൊന്ന് സെൻഡ് ചെയ്തേ. എന്തോ ആലോചനയിലിരുന്ന ആരോഹി ഞെട്ടലോടെ മുഖം ഉയർത്തി അക്ഷിതിനെ നോക്കി. ശേഷം മെല്ലെ തലയാട്ടിക്കൊണ്ട് മെയിൽ ചെക്ക് ചെയ്തു. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൾ ആ റിപ്പോർട്ട് തയ്യാറാക്കി പ്രിന്റ് എടുത്ത് അക്ഷിതിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അവൻ ആ റിപ്പോർട്ട് മറിച്ചു നോക്കുന്ന സമയത്തായിരുന്നു ക്യാബിൻ ഡോറിൽ ആരോ നോക്ക് ചെയ്തത്. കമിൻ, അക്ഷിത് ഉറക്കെ പറഞ്ഞതും ഡോർ തുറന്നുകൊണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മിഥുൻ അവിടേക്ക് വന്നു. അക്ഷിതിനരികിൽ നിൽക്കുന്ന ആരോഗ്യെ കണ്ടതും മിഥുൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അക്ഷിതിനെയും, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അക്ഷയ് പറഞ്ഞതും മിഥുൻ അക്ഷിതിന് മുൻപിലിട്ടിരിക്കുന്ന സീറ്റിലിരുന്നു. ഞാൻ പറഞ്ഞ റിപ്പോർട്ട്സ് ഇതാണ്. അതും പറഞ്ഞുകൊണ്ട് അക്ഷിത് ആരോഗ്യയുടെ കയ്യിലിരുന്ന പേപ്പർ മിഥുന് നേരെ നീട്ടി. ഈ റിപ്പോർട്ട് താഴ്ന്ന് കൃത്യമായിട്ട് വായിക്കണം. ശേഷം ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഞാൻ തന്റെ ഐഡിയിലേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതും ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണം ഫൈനൽ റിപ്പോർട്ട് മിഥുൻ എനിക്ക് അയക്കാന്. ഓക്കെ സർ. അതും പറഞ്ഞുകൊണ്ട് മിഥുൻ ആ റിപ്പോർട്ടിലേക്ക് കണ്ണോടിച്ചു. അതേ സമയം തന്നെയായിരുന്നു ആരോഹി നിന്ന് സൈഡില് കുറച്ച് പേപ്പേഴ്സ് നിലത്തേക്ക് വീണത്. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ കുനിഞ്ഞിരുന്ന് പേപ്പറുകൾ ഓരോന്നും പെറുക്കിയെടുത്തുകൊണ്ട് അക്ഷയുടെ ടേബിളിന്റെ സൈഡിലേക്ക് വെച്ചു. അതേസമയം കുനിഞ്ഞു നിവർന്നതിനിടയ്ക്ക് അവളുടെ സാരി സ്ഥാനം തെറ്റിക്കിടുന്ന കാര്യം അവൾ ശ്രദ്ധിച്ചില്ല. റിപ്പോർട്ടിൽ നിന്ന് മുഖമുയർത്തിയ മിഥുൻ കൃത്യമായി കണ്ടതും അതാണ്. സാരി വിടവിലൂടി അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞു കാണാൻ സാധിക്കുന്ന അവളുടെ വെളുത്ത വയറും പൊക്കിൾച്ചുഴിയുടെ ഒരു ഭാഗവും മാത്രമേ മിഥുൻ കണ്ടുള്ളൂ. മിഥുൻ ശ്രമപ്പെട്ട് കണ്ണെത്തിച്ച് അവിടേക്ക് തന്നെ നോക്കുന്നത് കണ്ടാണ് അക്ഷിതിന്റെ ശ്രദ്ധയും അവിടേക്ക് നിന്നത്. അതേസമയം ആരോഹി കയ്യിലിരുന്ന നോട്ട്പാഡില് എന്തൊക്കെയോ നോക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ അക്ഷയ് ദേഷ്യത്തോടെ സ്ഥാനം തെറ്റിക്കിടന്ന അവളുടെ സാരി വലിച്ചു നേരെയിട്ടു. പെട്ടെന്നൊരു ഞെട്ടലോടെ ആരോഹി അക്ഷിതിനെ നോക്കി. അവന്റെ മുഖമാണെങ്കിലോ ദേഷ്യത്തിൽ ചുവന്ന് തുടുത്താണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ആരോഹിയുടെ ശ്രദ്ധ നേരെ പാളിയത് മിഥുനിലേക്കാണ്. അവനാണെങ്കിൽ മുഖം കുലിച്ചു പിടിച്ചിരിക്കുന്നു. മിഥുൻ, ബാക്കിയൊക്കെ തന്റെ ക്യാബിനിൽ പോയിരുന്നു വായിച്ചാൽ മതി. ശേഷം റിപ്പോർട്ട് എനിക്ക് സെൻഡ് ചെയ്തിരിക്കണം വിതിൻ 1 അവറിനുള്ളിൽ. കേട്ടല്ലോ? അതീവ ദേഷ്യത്തോടെ മിഥുനോട് സംസാരിക്കുന്ന അക്ഷിതിനെ കണ്ടതും ആരോഹി കാര്യം മനസ്സിലാവാതെ അക്ഷിതിനെ തന്നെ നോക്കി നിന്നു. മിഥുൻ ക്യാബിൻ ഡോർ തുറന്നിറങ്ങിയതും അക്ഷിത് അതീവ ദേഷ്യത്തോടെ ആരോഹിക്ക് അടുത്തേക്ക് വന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്രയും ദേഷ്യത്തിൽ അക്ഷിതിനെ തൊട്ടടുത്ത് കണ്ടതും ആരോഹിയും പേടിച്ചു വിറച്ചു. എന്ത് സർ? ഒരു ചെറു വിക്കലോടെ ആരോഹി ചോദിച്ചു. അക്ഷിത് ദേഷ്യം നിയന്ത്രിക്കാനായി കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. നോക്കാരോഹി, മാന്യമായിട്ട് ഈ വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ദയവായി അത് ഉടുക്കരുത്. അക്ഷിത് പറഞ്ഞതും ആരോഹി കാര്യം മനസ്സിലാവാതെ വീണ്ടും വല്ലായ്മയോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇതൊരു ഓഫീസാണ്, അല്ലാതെ തനിക്ക് ഫാഷൻ ഷോ കളിക്കാൻ പറ്റിയ ഒരിടമല്ല. ദേ നോക്ക്, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയണം. ഇതൊരു മാതിരി അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞ് ഇത്തവണ ആരോഹിക്കും നല്ല രീതിയിൽ ദേഷ്യം വന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും തനിക്ക് കാര്യം മനസ്സിലായില്ലേ? സ്ഥാനം മാറിക്കിടക്കുന്ന തന്റെ സാരിക്കുള്ളിലേക്കായിരുന്നു ഇത്രയും നേരം മിഥുന്റെ കണ്ണ്. അറിയാമോ? വലുതെന്തോ പ്രതീക്ഷിച്ചു നിന്നപ്പോ അക്ഷിതത് പറഞ്ഞതും ആരോഹി ഓ അതായിരുന്നു എന്ന് നെടുവീർപ്പോടെ ചോദിച്ചുപോയി. അതത്ര സില്ലി കാര്യമാണോ? പറ. അക്ഷിത് ഇട്ടിരുന്ന ഷർട്ടിന്റെ കൈതെരുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ആരോഹിക്ക് അടുത്തേക്ക് വന്നതും അവൾ രണ്ടടി പിന്നിലേക്ക് നിന്നു. സർ, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഞാൻ കരുതി. എന്ത് കരുതിയെന്ന്? ഇതിനേക്കാൾ വലുതായിട്ട് എന്താണുള്ളത്? വെറുതെ മിണ്ടാതെ നിന്ന് എന്റെ ദേഷ്യം കൂട്ടില്ലേ ആരോഹി? അക്ഷിത് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ നിന്ന് വിറച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ല സർ. ഇതാദ്യമല്ല, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അക്ഷിത് പറഞ്ഞതും ആരോഹിയുടെ മിഴികൾ കോർത്തു. മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള ഈ ഷോ ഓഫ് അങ്ങ് നിർത്തിക്കോ. ഇതൊരു ഓഫീസാണ്. ഇവിടെ സാരി ധരിക്കാൻ പാടില്ല എന്നൊരു റൂള് ഞാൻ കൊണ്ടുവന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ ഫാഷൻ ഷോയൊക്കെ ഇതുവരെ സൗമ്യമായി മാത്രം സംസാരിച്ചു കണ്ടിട്ടുള്ള അക്ഷിതയിൽ നിന്നും അങ്ങനെയൊരു സംസാരം ഉണ്ടായപ്പോ എന്തോ ആരോഹിക്കത് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സാർ എന്റെ ഭാഗം അറിയാതെയാണ് ഈ സംസാരിക്കുന്നത്. അതേസമയം അക്ഷിതാണെങ്കിലോ കുറച്ചു മുമ്പ് വന്ന കോളുകളും ഒരു ഇമ്പോർട്ടന്റ് ടെൻഡർ മിസ്സായെന്നുള്ള ന്യൂസും എല്ലാം കൂടി കേട്ട് വല്ലാതെ തല പുകഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട്
അവനും ഒപ്പത്തിനൊപ്പം തന്നെ നിന്നു. എന്നാൽ അവന്റെ ഉള്ളിലെ ടെൻഷനൊന്നും അറിയാതെ ആരോഗ്യം വിട്ടുകൊടുക്കാൻ പോയില്ല. ഞാൻ എന്തു വസ്ത്രം ധരിക്കണമെന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അതിലൊരാളും കൈകടത്താൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഇതൊരു ഓഫീസല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ലേ? അല്ലാതെ സ്കൂളൊന്നും ഇല്ലല്ലോ യൂണിഫോം ഒക്കെ ഇട്ട് വരാന്. ആ ബോധം സാറിന് കൂടി ഉണ്ടാവണം. ആരോഹി ദേഷ്യത്തോടെ അക്ഷയോട് തർക്കിച്ചു. എനിക്ക് നല്ല ബോധമുണ്ട്. മേലെ നിന്നെ ഇമാതിരി വസ്ത്രം ധരിച്ചിവിടെ കണ്ടുപോയേക്കരുത്, കേട്ടല്ലോ? അക്ഷിത് അലറുന്നതുപോലെ പറഞ്ഞു. ആരോഗ്യ ഭയത്തോടെ ഇരു കാതുകളും പൊത്തിപ്പിടിച്ചു. ശേഷം മെല്ലെ പറഞ്ഞു, എനിക്കിഷ്ടം ഇങ്ങനെ വരാനാ. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ സാരി ഉടുത്തേ വരൂ. ആർ യു ഷുവർ? അക്ഷിത് ആരോഹിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏ സർ. യെസ് സർ. എന്നാ നീ നോക്കിക്കോ, നാളെ ഈ വേഷത്തിൽ നീ ഇവിടെ വരില്ല. നാളെയെന്നല്ല, ഇനി ഒരിക്കലും. ഈ അക്ഷിത് വെറും വാക്ക് പറയില്ലെന്ന് നിനക്കറിയാലോ അല്ലേ? കുറച്ചൊന്ന് താഴ്ന്ന് തന്നെന്ന് കരുതി നീ എന്താ കരുതിയത്? ഞാൻ ഒരു പൊട്ടനാണെന്നാണോ? അതും പറഞ്ഞുകൊണ്ട് ക്യാബിൻ ഡോർ വലിച്ചു തുറന്ന് അക്ഷിത് ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ആരോഗ്യ എന്ത് ചെയ്യണമെന്നറിയാതെ അതേ നിൽപ്പ് നിന്ന് പോയി. അവൾക്ക് കണ്ണു നിറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അക്ഷിത് പെട്ടെന്ന് ഈ ദേഷ്യം തന്നോട് കാണിച്ചതെന്നറിയാതെ അവൾ വലഞ്ഞു. ക്യാബിനിൽ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയ അക്ഷയുടെ നടത്തം ചെന്ന് നിന്നത് റിഫ്രഷിംഗ് ഏരിയയിലാണ്. ഓഫീസിന്റെ റൂഫ് ടോപ്പിലാണ് റിഫ്രഷിംഗ് ഏരിയ. അവിടെ നിന്ന് നോക്കിയാൽ ആ നഗരം മുഴുവനും കാണാം. ഒരു കുഞ്ഞു പൊട്ടുപോലെ. കുറച്ചധിക സമയം അവിടെ നിന്ന് മനസ്സൊന്ന് ശാന്തമാക്കി അക്ഷി. പെട്ടെന്നാണ് അവൻ ആരോഹിയുടെ കാര്യം ഓർമ്മ വന്നത്. താൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡെസ്പായിരുന്ന സമയമായിരുന്നു. വിചാരിച്ചതുപോലെ ഒരു വലിയ ടെൻഡർ കമ്പനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിനൊപ്പം ആരോഹിയുടെ നേർക്കുള്ള മിഥുന്റെ നോട്ടം കൂടിയായപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയതാണ്. അക്ഷിതിന് വല്ലാത്ത കുറ്റബോധം തോന്നി ആരോഹിയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ. അവൻ പെട്ടെന്ന് തന്നെ റിഫ്രഷിംഗ് ഏരിയയിൽ നിന്ന് നേരെ അവന്റെ ക്യാബിനിലേക്ക് നടന്നു. ആരോഹി വല്ലാത്തൊരു അവസ്ഥയിൽ അവളുടെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു ആ സമയം. അക്ഷിത് അവളുടെ അടുത്തേക്ക് ചെന്നു. അവിടെ കിടന്ന ഒരു ചെയർ വലിച്ചിട്ട് അവൾക്ക് അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ആരോഹി, ഐ എം സോറി. പതിഞ്ഞ സ്വരത്തിൽ അക്ഷിത് പറഞ്ഞതും ആരോഹി അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ സിസ്റ്റത്തിലേക്ക് നോക്കി. എന്തോ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ദേ നോക്ക്, സോറി. പെട്ടെന്ന് തന്നെ അവൻ അങ്ങനെയൊക്കെ നോക്കുന്നത് കണ്ടപ്പോ അക്ഷി പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരോഹി സിസ്റ്റത്തിൽ നിന്നും മെല്ലെ മുഖം ഉയർത്തി അക്ഷിതിന്റെ നേർക്ക് നോക്കി. അവൻ എന്നെ എങ്ങനെ നോക്കിയാലും സാറിനെന്താ? സാർ ആരാ എന്റെ? അവളുടെ ആ ചോദ്യം അക്ഷിതിന് തീരെ പിടിച്ചില്ല. തികട്ടി വന്ന ദേഷ്യം കഷ്ടപ്പെട്ട് നിയന്ത്രിച്ചു അക്ഷിത്. പിന്നീട് അവൻ ഒന്നും മിണ്ടിയില്ല. അവിടെ കിടന്ന ചെയർ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ തന്റെ സ്വന്തം സീറ്റിലേക്ക് പോയിരുന്നു. സമയം ഏകദേശം 2:30 അടുത്തിട്ടുണ്ടാകും. ആരോഹി ലഞ്ചൊക്കെ കഴിച്ച് എന്തോ കാര്യമായ ഒരു ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആരോഹി, കം. കയ്യിലൊരു ഫയലുമായി അക്ഷിത് പറഞ്ഞതും ആരോഹി അവനെ മുഖമുയർത്തി നോക്കി. നമുക്കിന്നൊരു സൈറ്റ് വിസിറ്റ് ഉണ്ട്. അക്ഷി പറഞ്ഞതും ആരോഹിയുടെ പുരികം ചുളിഞ്ഞു. അവൾക്ക് മനസ്സിലായി, സൈറ്റ് വിസിറ്റ് ഒന്നുമല്ല, അക്ഷി തന്നെ മനഃപൂർവ്വം അവനൊപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണെന്ന്. പറ്റില്ല സർ. പെട്ടെന്നൊന്നും ചിന്തിക്കാതെ ആരോഹി മറുപടി പറഞ്ഞു. എക്സ്ക്യൂസ് മീ, ഞാൻ തന്നെ എനിക്കപ്പം ഡിന്നറിന് ക്ഷണിച്ചതല്ല. തോന്നുന്നത് പോലെ നോ പറയാൻ. സൈറ്റ് വിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആസ് എ PS അത് തന്റെ ഡ്യൂട്ടിയാണ്, എന്നെ അസിസ്റ്റ് ചെയ്യുക എന്നത്. സോ കം വിത്ത് മീ. അധികാരസ്വരത്തിൽ അക്ഷിത് പറഞ്ഞതും ആരോഹി ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണും നോട്ട്പാഡും കയ്യിലെടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ പുറത്തേക്ക് നടന്നു. അക്ഷിതിന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞിപ്പോ. പക്ഷെ ആരോഹി അത് കണ്ടിരുന്നില്ല. കാറിൽ അവനൊപ്പം സൈറ്റിലേക്ക് പോകുമ്പോഴും ഒരിക്കൽ പോലും ആരോഹി അക്ഷിതിന് നേർക്ക് മുഖമുയർത്തി നോക്കിയില്ല. വല്ലാത്തൊരു വാശിയിൽ അങ്ങനെ തന്നെ ഇരുന്നു അവൾ. അവനും അവളോട് കൂടുതലൊന്നും പറയാൻ പോയില്ല. ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. പെണ്ണിന്റെ സ്വഭാവം വെച്ച് പലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് തനിക്ക് തന്നെയാണ് നാണക്കേട്, അക്ഷി മനസ്സിലോർത്തു. മുമ്പൊരിക്കൽ അക്ഷിതിന്റെ കൂടെ വന്നിട്ടുള്ള അതേ സെയിം സൈറ്റ് തന്നെയായിരുന്നു അത്. പക്ഷെ അന്നത്തേക്കാൾ വർക്കുകൾ ഒരുപാട് പുരോഗമിച്ചു. ഒരു വില്ല പ്രോജക്റ്റ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അന്ന് വീടുകളുടെ പണി പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കംപ്ലീറ്റ്ലി വർക്കെല്ലാം ഫിനിഷായി വില്ലകൾ ബുക്ക് ചെയ്തവർക്ക് കൊടുക്കാൻ പാകത്തിലായിരിക്കുന്നു. ഇതിലിനിയിപ്പോ എന്തു നോക്കാനാ? ആരോഹി മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് ഡോർ തുറന്നിറങ്ങി. ആരോഹി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവൾ എന്തോ മന്ത്രിക്കുന്നത് കേട്ടതും അക്ഷിത് ചോദിച്ചു.
അവൾ മറുപടിയായി ചുമലനക്കി. അക്ഷിത രൂക്ഷമായി അത് നോക്കിയതും നോ സർ. പെട്ടെന്ന് ആരോഹി പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുക്കിയും മൂളിയും മറുപടി പറയുന്നത് അവന് ഇഷ്ടമില്ല. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. അത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നതുവരെ സൂക്ഷിച്ചു നോക്കി ഒരേ നിൽപ്പ് നിൽക്കും. ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണെങ്കിൽ പോലും അക്ഷിതിനെ പഠിക്കാൻ ശ്രമിക്കുകയാണ് ആരോഹി. ആദ്യം കണ്ട വില്ലയ്ക്കുള്ളിലേക്ക് തന്നെ അവർ കയറി. ഫുള്ളി ഫേർണിഷ്ഡ് ആയുള്ള വില്ലകളായിരുന്നു. അവൾക്കതിന്റെ ഉൾവശമൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. കൗതുകത്തോടെ എല്ലാം നോക്കി നടന്ന് കാണുകയായിരുന്നു അവൾ. അക്ഷിത് അവിടുത്തെ മാനേജർ സ്റ്റീഫനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. വില്ലയുടെ മുകളിലെ ഫ്ലോറിൽ ചെന്ന് നിന്ന് ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് തന്റെ അടുത്ത് ഒരാളുടെ സാമീപ്യം ആരോഹി തിരിച്ചറിയുന്നത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് അക്ഷിത് ചോദിച്ചതും ആരോഹി ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി. അങ്ങനെയല്ല, ഈ പ്രോജക്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോന്ന്. മുഖത്ത് ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ അക്ഷി പറഞ്ഞു. മറുപടിയായി ആരോഹി ഒന്നും മൂളി. അക്ഷി ഒന്നും മിണ്ടിയില്ല. ആരോഹി, വളരെ മൃദുവായി അവൻ വിളിച്ചു. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പക്ഷെ എനിക്ക് തൽക്കാലം സാറിനോടൊന്നും സംസാരിക്കാനില്ല. അവൻ പറഞ്ഞു തുടങ്ങിയ മാത്രയിൽ തന്നെ കുറച്ചു മുൻപ് ഓഫീസിൽ വെച്ചുണ്ടായ സംഭവങ്ങളുടെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടുമാറാത്തതുകൊണ്ട് ആരോഹി ദേഷ്യത്തോടെ പറഞ്ഞു. ശേഷം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അക്ഷിത അവളുടെ കൈത്തൊടയിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തി. പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടിട്ടേ ആരോഹി പോകുന്നുള്ളൂ. അക്ഷിത് ശബ്ദം അല്പം കടുപ്പിച്ചു പറഞ്ഞതും അവൾ അവനെ രൂക്ഷമായി നോക്കി. നോക്കി പേടിപ്പിക്കല്ലേ. അക്ഷിത് തമാശയായി പറഞ്ഞുകൊണ്ട് അവളുടെ കവിളി തട്ടിയതും കാറ്റുപോയ ബലൂൺ പോലെ ആരോഹി ആ ചുമരിച്ചാരി ഒന്നും മിണ്ടാതെ നിന്നു. നോക്ക്, കുറച്ചു മുമ്പ് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ തന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഐ ആം റിയലി സോറി. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആക്ച്വലി അന്ന് നമ്മളൊരു മീറ്റിങ്ങിന് പോയിരുന്നില്ലേ? ആ ടെൻഡർ നമുക്ക് കിട്ടിയില്ല ആരോഹി. അക്ഷിത് അത് പറഞ്ഞതും ഞെട്ടലോടെയാണ് അവൾ അവനെ നോക്കിയത്. പക്ഷെ സർ, അവർ അവർ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നല്ലോ നമ്മുടെ പ്രോജക്റ്റില്. ആയിരുന്നു. ഇതിനു പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില ഞാൻ. ആ പ്രോജക്റ്റ് ആരോഹിയായിരുന്നു പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് കിട്ടാതെ പോയതിൽ അവൾക്ക് വല്ലാതെ വിഷമം വന്നു. ഒപ്പം കുറ്റബോധവും. ചിലപ്പോൾ സാറ് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടിയേനെ, അല്ലേ സർ? ആരോഹി വല്ലാത്തൊരു പ്രതീക്ഷയോടെ ചോദിച്ചപ്പോ അക്ഷതിന് അവളോട് അലിവ് തോന്നിപ്പോയി. നോക്കാരോഹി, താൻ തന്റെ ഏറ്റവും ബെസ്റ്റാണ് ചെയ്തത്. ചിലപ്പോൾ തനിക്ക് പകരം ഞാനിത് ചെയ്തിരുന്നെങ്കിൽ പോലും അത് ഇത്രയും പെർഫെക്റ്റ് ആകുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ ഭാഗത്തുനിന്ന് ലഭിച്ച ആ അപ്രീസിയേഷൻ ആരോഹിയിൽ ഒരു പുഞ്ചിരി ഉണർത്തി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സർ. അറ്റ് ദി എൻഡ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ലല്ലോ നമുക്ക് കിട്ടിയത്. മറ്റെല്ലാം മറന്ന്, അവനോടുള്ള പരിഭവവും പിണക്കവും എല്ലാം മറന്നുകൊണ്ട് ആരോഹി ആധികാരികമായി സംസാരിച്ചു. സാരമില്ല ആരോഹി, അവർ പറഞ്ഞിരിക്കുന്നത് അവർ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്നാണ്. മേ ബി ചിലപ്പോ നമുക്കത് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. എനിവേ, നെവർ മൈൻഡ് ദാറ്റ്. നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ കോൺഫറൻസിലും അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന എല്ലാ പ്രൊപ്പോസൽസും നമുക്ക് തന്നെ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. പിന്നെ നമ്മൾ അത് കിട്ടാൻ വേണ്ടി നമ്മുടെ 100% ശ്രമിക്കുന്നു. ബാക്കിയൊക്കെ വിധി പോലെ ഇരിക്കും. അക്ഷിത് നിസ്സാരമായി പറഞ്ഞു കളഞ്ഞു. അതെ, എനിക്ക് ആരോഗ്യയോട് കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൻ എന്താകും പറയാൻ പോകുന്നതെന്ന് അറിയുവാനായി ആരോഗ്യ അവളുടെ മാറിനു കുറുകെ ഇരു കൈകളും പിണച്ചുകെട്ടി ബാൽക്കണി റെയിലിംഗിൽ ചാരി നിന്നുകൊണ്ട് അക്ഷിതിന്റെ മുഖത്തേക്ക് നോക്കി. ആരോഹി, ഞാൻ ഇന്നലെ തന്റെ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിനെക്കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ്? അക്ഷിത് മുഖവുരി ഒന്നുമില്ലാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു. സർ, സാറിന് എന്നെക്കുറിച്ച് എന്തറിയാം? സാർ ഈ കണ്ടതൊന്നുമല്ല ആരോഹി. അവൾ പറഞ്ഞു തുടങ്ങിയ സമയം തന്നെ അക്ഷിത് അവളെ കൈയുയർത്തി തടഞ്ഞു. നോക്കാരോഹി, തന്റെ പാസ്റ്റിനെ കുറിച്ച് ഒന്നും എനിക്കറിയണ്ട. അങ്ങനല്ല സർ. സാർ അറിയേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഞാനും അർജുനും തമ്മിൽ 5 വർഷത്തെ പ്രണയമായിരുന്നു. എന്നുവെച്ചാ ഞങ്ങൾക്ക് ഓർമ്മ വയ്ക്കും മുന്നേ വീട്ടുകാരുമായി പറഞ്ഞുറപ്പിച്ച ബന്ധം. അർജുന്റെ പെണ്ണാണ്. അർജുനാണ് നിന്റെ ഭർത്താവ്. അർജുനായിരിക്കും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടു വളർന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായും അർജുൻ എന്നൊരാളിലേക്ക് മാത്രമായി ഞാൻ ഒതുങ്ങിപ്പോയി. പിന്നെ പതിയെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഈ അടുത്താണ് ഞാൻ അറിയുന്നത് അർജുന്റെ ലൈഫിൽ ഒരുപാട് പെൺകുട്ടികൾ വന്നു പോയിട്ടുണ്ടെന്ന്. അവരിൽ ഒരാൾ മാത്രമാണ് അവന് ഞാനുമെന്ന്.
ശരിക്കും തകർന്നു പോയ ഒരു സമയമായിരുന്നു അത്. പിന്നീട് അതിൽ നിന്നൊക്കെ കരകയറി ഞങ്ങൾ വീട് മാറി. അപ്പോഴേക്കും അപ്പോഴേക്കും അപ്പച്ചി അർജുന് മറ്റൊരു പെണ്ണുമായി വിവാഹം ഉറപ്പിച്ചു. പക്ഷേ സ്റ്റിൽ അർജുൻ എന്റെ പിന്നാലെ തന്നെയുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു നെടുവീർപ്പോടെ അത് ആരോഹി പറഞ്ഞു നിർത്തിയപ്പോൾ അക്ഷത അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സത്യം പറഞ്ഞാൽ ആരോഹി, എനിക്കിതൊന്നും അറിയണ്ട. ഞാൻ സ്നേഹിച്ചത് ആരോഹിയാണ്. ആരോഹിയെ മാത്രം. എന്തൊക്കെ പറഞ്ഞാലും താൻ ഒരു നല്ല പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. എന്റെ ജീവിതത്തിലും പ്രൊപ്പോസൽസ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ലൈഫിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ ആരെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒപ്പം കൂട്ടണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ആരോഹിയെ കണ്ടതിന് ശേഷമാണ് ഒരു വിവാഹം കഴിക്കണമെന്ന ചിന്ത പോലും എന്റെ മനസ്സിലേക്ക് വന്നത്. പെട്ടെന്ന് അക്ഷിത് അത് പറഞ്ഞതും ഞെട്ടലോടെ ആരോഹി മുഖമുയർത്തി അവനെ നോക്കി. അവൻ ആരോഹിക്ക് മുഖം കൊടുക്കാതെ റെയിലിങ്ങിൽ കൈകുത്തി നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. എനിക്ക് അമ്മയില്ല. അമ്മ മരിച്ചുപോയതിനു ശേഷം അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് ഊർമിള അമ്മയെ. എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ്. പിന്നെ രണ്ട് സിസ്റ്റേഴ്സ്. ഒരാളെ ആരോഹിക്ക് നന്നായി അറിയാം, അനന്യ. പിന്നെയുള്ളത് അല്ലി. പിന്നെ അച്ഛൻ. ഇതിനപ്പുറത്ത് മറ്റാരുടെ സമ്മതം എനിക്ക് വേണ്ട ആരോഹിയെ വിവാഹം കഴിക്കാൻ. ആരോഹി ഇഷ്ടമാണെന്ന് പറഞ്ഞാല് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടക്കും. അച്ഛനും അമ്മയ്ക്കും എന്റെ ഇഷ്ടമാണ് പ്രധാനം. പിന്നെ അനന്യ, അവൾ പ്രിയങ്കയുടെ കൂടെ ചേർന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ ആളത്ര അപകടകാരിയൊന്നുമല്ല. അക്ഷിത് ചിരിയോടെ പറഞ്ഞു നിർത്തി. ആരോഹി ആലോചനയോടെ നിൽക്കുകയാണ്. ശേഷം മെല്ലെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അതൊന്നും ശരിയാവില്ല സർ. നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആകാശവും ഭൂമിയും പോലെ. ആരോഹി പറഞ്ഞു നിർത്തിയപ്പോ ചിരിയോടെ അക്ഷി അവളെ നോക്കി. പക്ഷേ താൻ ചിന്തിച്ചിട്ടുണ്ടോ, ഭൂമിയില്ലാതെ ആകാശത്തിന് ജീവിക്കാൻ പറ്റില്ല? അക്ഷിത് വാക്കുകളിൽ പ്രണയം കലർത്തി പറഞ്ഞതും ആരോഹി ഒരു ചിരിയോടെ അവനെ നോക്കി. വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെ അല്ലല്ലോ സർ ജീവിതം. നോക്കാരോഹി, എന്റെ വീട്ടിൽ ഒരിക്കലും ഒരാളും ആരോഹി ഒന്നിന്റെ പേരിലും മാറ്റി നിർത്തില്ല. അത് അക്ഷിത് മേനോൻ ആരോഹി വാസുദേവന് തരുന്ന വാക്കാണ്. അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അക്ഷിത് പറഞ്ഞതും ആരോഹി മറുപടിയില്ലാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഈ കാര്യങ്ങളൊക്കെ ആരോഗ്യോട് ഒന്ന് സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാല് സൈറ്റ് വിസിറ്റ് എന്ന പേരിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ. അക്ഷിത് ഒരു കണ്ണിറക്കി പറഞ്ഞതും ആരോഹി അവന്റെ കൈകൾക്കുള്ളിൽ നിന്നും തന്റെ കൈ പിൻവലിച്ചു. എടോ, താൻ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണ്ട. നല്ലതുപോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. എന്തായാലും താൻ പോസിറ്റീവായിട്ടൊരു റിപ്ലൈ തരണം. ആ റിപ്ലൈക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അക്ഷിത് അത് പറഞ്ഞു നിർത്തിയതും പിന്നീട് അല്പനേരം ഇരുവർക്കും ഇടയിൽ മൗനമായിരുന്നു. നമുക്ക് പോയാലോ സർ? ആരോഹി ചോദിച്ചതും അക്ഷിത് തലകുലുക്കിക്കൊണ്ട് മുന്നേ നടന്നു. അവന് പിന്നാലെ ആരോഹിയും. തിരികെ കാറിൽ ഓഫീസിലേക്ക് പോകും വഴിയൊന്നും ഇരുവരും പരസ്പരം സംസാരിച്ചില്ല. ഓഫീസിലെത്തി പഞ്ച് ഔട്ട് ചെയ്തിട്ട് ആരോഹി നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോയത്. അവളുടെ മനസ്സ് വല്ലാത്തൊരു സംഘർഷത്തിലായിരുന്നു. എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്ത അവസ്ഥ. സംഘർഷഭരിതമായ മനസ്സോടെ അവൾ വീട്ടിലേക്ക് വന്നു കയറിയത്. പതിവ് സന്തോഷമില്ലാതെ വന്നു കയറിയ മകളെ വസുത സൂക്ഷ്മമായി ഒന്ന് നോക്കി. എന്തു പറ്റി ആരോഹി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. ആരോഹിക്ക് വസ്തുയോടൊന്നും മറിച്ചു വെക്കാൻ നിന്നില്ല. അക്ഷിത് പറഞ്ഞ ഓരോ കാര്യങ്ങളും അമ്മയോടായി അവൾ പങ്കുവച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു അക്ഷിയോട്? ഞാനൊന്നും പറഞ്ഞില്ലമ്മേ. സാർ എനിക്ക് ആലോചിക്കാൻ സമയം തന്നിരിക്കുകയാണ്. ഞാൻ എന്തു പറയും? ആരോഹി വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വസതിയോട് ചോദിച്ചു. മോളെ, ഇത് നിന്റെ ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് നീയായിരിക്കണം. ഒരിക്കലും അമ്മയോ അച്ഛനോ അതിൽ ഇടപെടാനോ നിന്നെ ഫോഴ്സ് ചെയ്യാനോ വരില്ല. ഈ എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനൊപ്പം ഉണ്ടാകും ഈ അമ്മയും അച്ഛനും. അവളുടെ കവളിൽ തട്ടി വസ്തു പറഞ്ഞതും ആരോഹി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ മുകളിലേക്ക് കയറിപ്പോയി. വസുതയ്ക്ക് മനസ്സിലായിരുന്നു ആരോഹിക്ക് അക്ഷിതിനോടൊരു പ്രണയമുണ്ടെന്ന്. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ അവളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെയോ ഉണ്ട് അവളുടെ മനസ്സിൽ. തൽക്കാലം ആരോഹി ഒരു മറുപടി പറയട്ടെ, അതിനുശേഷമാവാം മറ്റ് ചിന്തകളെന്ന് കരുതി വസുത നേരെ അടുക്കളയിലേക്ക് പോയി. ആരോഹിക്ക് കോഫി എടുക്കാൻ. മുറിയിൽ കയറിയിട്ടും സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആരോഹി. ഓഫീസിൽ നിന്ന് വന്ന ശേഷം വേഷം പോലും മാറിയിട്ടില്ല ഇതുവരെ. സമയം പിന്നെയും മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടതും ആരോഹി പെട്ടെന്ന് ഡ്രസ് മാറി ഫ്രഷായി താഴേക്ക് ചെന്നു. അപ്പോഴാണ് വാസുദേവൻ എവിടെയോ പോയിട്ട് വീട്ടിലേക്ക് വന്നു കയറിയത്. എന്തായി ദേവേട്ടാ കാര്യങ്ങൾ?
വസുധ അയാൾ വന്നെന്നറിഞ്ഞതും പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരോഹി കാര്യം മനസ്സിലാവാൻ അവരിരുവരെയും നോക്കി. മോളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വീട് മാറുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തില്ലേ? അച്ഛൻ ഇന്നൊരു വീട് കാണാൻ പോയിരിക്കുകയായിരുന്നു. ആരോഹി തല കുലുക്കിക്കൊണ്ട് വാസുദേവന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ എന്തു മറുപടിയാകും പറയാൻ പോകുന്നത് എന്നറിയുവാനായി. എടോ, നല്ല വീടാ, നല്ല സൗകര്യങ്ങളുണ്ട്, ചുറ്റുമതിലുണ്ട്, മൊത്തത്തിൽ കൊള്ളാം, നല്ല അയൽക്കാരും. അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. പിന്നെ അവര് നമ്മുടെ വീട് വന്ന് കണ്ട് ഇത് അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീട് വാങ്ങാനും താല്പര്യമുണ്ട്. വാസുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഞെട്ടലോടെയാണ് ആരോഹി കേട്ടത്. വീട് വിൽക്കാനോ? അപ്പോ മുത്തച്ഛനും മുത്തശ്ശിയും? അവൾ വിശ്വാസം വരാത്ത പോലെ വാസുദേവയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയോടും അച്ഛനോടും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മോളെ. അർജുന്റെ സ്വഭാവവും അവൻ ഇപ്പോഴും ആരോഗ്യം വിടാതെ പിന്തുടരുകയാണെന്ന കാര്യവും എല്ലാം കൃഷ്ണമേനോനോടും സുധർമ്മയോടും പറഞ്ഞത് ഓർത്തെടുത്തു വസ്തുത. എന്നിട്ട് മുത്തശ്ശൻ എന്തു പറഞ്ഞു? കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവരും നമ്മുടെ തീരുമാനത്തെ അനുകൂലിക്കുന്ന വിധമാണ് സംസാരിച്ചത്. വസുധ നെടുവീർപ്പോടെ പറഞ്ഞു. ആ വാക്കുകൾ ആരോഗ്യയിലും ഒരു തണുപ്പ് പടർത്തി.